തങ്കമണി എന്ന് പറയുന്ന സിനിമ കാണുന്ന സമയത്ത് ഞാൻ ആദ്യമേ തന്നെ കണ്ട് കൈ കൊടുക്കുന്ന ഒരു മനുഷ്യൻ ആരാന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ കമ്പോസറായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. പുള്ളിയുടെ പേര് എന്തായിരുന്നു? വില്യം ഫ്രാൻസിസ്, അങ്ങനെ എന്തോ ആയിരുന്നു. വില്യം ഫ്രാൻസിസ്. ഈ പുള്ളിക്കാരനാണ് ഞാൻ കൈ കൊടുക്കുന്നത്. ഞാൻ ആലോചിക്കുന്ന കാര്യം, ജയിലർ സിനിമയ്ക്കകത്ത് അനിരുദ്ധ് പോലും ഇത്രയധികം മ്യൂസിക് കൊടുത്തിട്ടുണ്ടാവില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഒന്നിനു മേലെയായിട്ട് മറ്റൊരു സിനിമയെ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ബോംബെ, രണ്ട് ബോംബെ, മൂന്ന് ബോംബെ എന്ന് പറയുന്ന തരത്തിൽ ഒരു ബീജിയം കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ബീജിയം, അത് കഴിയുമ്പോൾ അടുത്ത ബീജിയം, ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ്. ഈ സിനിമ കാണുന്ന സമയത്ത് രണ്ടെണ്ണം കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും പറയാനായിട്ട് പറ്റില്ല. കാരണം ഈ സിനിമയ്ക്കകത്ത് വരുന്ന വില്ലനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് ഇദ്ദേഹത്തിന്റെ പേരറിയില്ല. ലൂസിഫർ സിനിമയ്ക്കകത്ത് ഒരു കമ്മീഷണർ റോൾ ചെയ്തിരിക്കുന്ന മനുഷ്യനാണ്. ബാച്ചിലർ പാർട്ടിക്കകത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില ആൾക്കാർ അഭിനയം കൊണ്ട് വില്ലനാവും, ചില ആൾക്കാർ ജന്മം കൊണ്ട് തന്നെ വില്ലനാവും. ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് ഇയാൾ വന്നിറങ്ങുന്ന സമയത്ത് തന്നെ ഇയാൾ വില്ലനാന്നുള്ളൊരു കാര്യം ഇയാളുടെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുള്ളൊരു കാര്യം വേണം പറയാനായിട്ട്. ദിലീപേട്ടന്റെ ഏബൽ ജോഷോ മാത്തൻ എന്ന് പറയുന്ന തങ്കമണി എന്ന് പറയുന്ന സിനിമയിൽ വന്നേക്കുന്ന ക്യാരക്ടറിനെ കാണുന്ന സമയത്ത് ആർക്കെങ്കിലും ഈ ഒരു ക്യാരക്ടറിനെ, ക്രേസി ഗോപാലൻ സിനിമയിൽ വന്നേക്കുന്ന ഒരു ക്യാരക്ടറിനെ ഓർമ്മ വന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. കാരണം ലുക്ക് വെച്ചുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, യഥാർത്ഥത്തിൽ നമ്മൾ ഈ കഥയുടെ ഒരു ടെംപ്ലേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10-12 വർഷം മുമ്പ് ഇറങ്ങിക്കുന്ന ക്രേസി ഗോപാലൻ എന്ന് പറയുന്ന സിനിമയിലുള്ള ഒരു ടെംപ്ലേറ്റ് പോലെ നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യും. ക്രേസി ഗോപാലൻ എന്ന് പറയുന്ന സിനിമയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ദിലീപിന്റെ ഒരു ക്യാരക്ടർ, അദ്ദേഹം ഒരു ചെറിയൊരു കള്ളനായിരുന്നു. അതേ കള്ളനാവാനായിട്ട് റീസൺ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ചങ്കായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫ്രണ്ടിനെ, സലിംകുമാറിനെ പോലെയുള്ള കുറച്ച് ഫ്രണ്ട്സിനെ കൊല്ലുന്ന സമയത്ത് അതിനെതിരെ റിവഞ്ച് ചെയ്യുന്ന, റിവോൾട്ട് ചെയ്യുന്ന ഒരു നായക കഥാപാത്രമായിട്ടാണ് ദിലീപിന്റെ ക്യാരക്ടർ ക്രേസി ഗോപാലൻ സിനിമയിൽ വരുന്നത്. ആ ഒരു കൂട്ടുകാരന് പകരം നമ്മളിവിടെ തങ്കമണി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിനെ അങ്ങ് കയറ്റി വയ്ക്കുക. ആ സെയിം ടെംപ്ലേറ്റിലോട്ട് നമ്മളൊന്ന് കയറ്റി വെച്ചിട്ട് ക്രേസി ഗോപാല സിനിമയിൽ കുറച്ച് ഫണ്ണാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഫണ്ണിന് പകരം കുറച്ച് റിവഞ്ച് അങ്ങ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ തങ്കമണി എന്ന് പറയുന്ന സിനിമയുടെ ടെംപ്ലേറ്റ് റെഡി ആയെന്നുള്ളൊരു കാര്യം നമുക്ക് ചുരുക്കത്തിൽ പറയാനായിട്ട് പറ്റും. ഇതൊരിക്കലും ഒരു മോശമായിട്ട് ഞാൻ പറഞ്ഞതല്ല. കാരണം 10 വർഷം മുമ്പാണ് ഈ സിനിമ ഇറങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ സിനിമ എല്ലാ ഓഡിയൻസിനെയും കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ആയെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നാണ്. ഒരു പക്ഷേ ഇന്ന് കാണുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് മാറിയേ എന്നുള്ളൊരു കാര്യം വേണം തങ്കമണി എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയാനായിട്ട്. ആദ്യ പകുതിയിൽ തന്നെ ഈ സിനിമ വളരെയധികം ഇമ്മച്ചുവർ ആണെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നും. കാരണം സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ ദിലീപേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഈ ഏബൽ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് വരുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഉണ്ട്, അസിസ്റ്റന്റ് കമ്മീഷണർ എന്ന് തോന്നുന്നു, പ്രാണിത എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസ് ആണ്. അതായത് നമ്മുടെ സൂര്യയുടെ ഒരു പടത്തിനകത്തൊക്കെ ഇവർ വന്നിട്ടുണ്ട്, മറ്റേ 24 എന്ന് പറയുന്ന സിനിമയിലാണെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ ആ ഒരു ACP ക്യാരക്ടർ എന്ന് പറയുന്നത് അവരുടെ ലിപ്സിംഗ് കൊട്ടുകളോ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ടർ മോണിറ്ററിലോട്ട് പോലും നോക്കാത്ത തരത്തിലാണ് ഈ ഷോട്ടുകളൊക്കെ എടുത്തു വെച്ചേക്കണമെന്നൊരു കാര്യം തോന്നിപ്പോകും. കാരണം സിനിമയിൽ ഇത് ഇട്ടേക്കുന്ന സമയത്ത് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ ഡബ് ചെയ്യുന്ന സമയത്ത് ഈ ലിപ്സിംഗ് സൗണ്ടുമായിട്ട് യാതൊരുവിധ ബന്ധവും മറ്റൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യ പകുതി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വേൾഡ് ബിൽഡിങ്ങിന്റെ സമയത്ത് പോലും ഒരുപാട് പാളിച്ചകളും മറ്റൊക്കെ സംഭവിക്കുന്നുണ്ട്. ഈ ഏബൽ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ കണ്ണിലൂടെയാണ് ഈ ഒരു നാടിനെ ശരിക്കും കാണിക്കുന്നത്. അതായത് ഇദ്ദേഹമാണ് ഈ ഒരു നാടിന്റെ കഥയൊക്കെ മറ്റും പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ തങ്കമണി എന്ന് പറയുന്ന ഗ്രാമത്തിനെ കൂടുതൽ എടുത്ത് കാണിക്കുന്നതിന് പകരം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഈ ഏബൽ എന്ന് പറയുന്ന ക്യാരക്ടറും അദ്ദേഹത്തിന്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കൂടുതൽ ക്യാരക്ടേഴ്സിനെ കാണിക്കുന്ന തരത്തിലാണ് ആദ്യ പകുതിയുടെ ഒരു പകുതി ഭാഗം പോകുന്നത്. അതുകൊണ്ട് തന്നെ തുടങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര ലാഗായിട്ട് തോന്നി. കാരണം തുടങ്ങുന്ന സമയത്ത് ഭയങ്കര ക്ഷീണമായിട്ടായിരുന്നു ഈ പടം പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിനുശേഷം ഈ സിനിമയുടെ ഗിയർ മാറുന്നതായിരുന്നു കാണാൻ പറ്റും. അതായത് ഫസ്റ്റ് ഹാഫ് കഴിയുന്നതിന് ശേഷം, അതായത് ഒരു മുക്കാൽ ഭാഗം ആവുന്ന സമയത്ത്, ഏകദേശം ഒരു ഇന്റർവെല്ലിന്റെ സമയമാവുന്ന ഭാഗത്ത്, ഏകദേശം ഇന്റർവെൽ ആവുന്ന സമയത്ത് തന്നെ ഈ സിനിമയുടെ പയ്യ ഗീർ മാറുന്നതായിട്ട് കാണാൻ പറ്റും. അവിടെയാണ് യഥാർത്ഥ തങ്കമണി ഇൻസിഡന്റ്, അതായത് യഥാർത്ഥ തങ്കമണി ഇൻസിഡന്റ് എന്ന് നമ്മൾ കേട്ടേക്കുന്നത് വായിച്ചേക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളുടെ യഥാർത്ഥ കഴമ്പും ആ കണ്ടന്റ് എന്ന് പറയുന്നത് കിടക്കുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു ഭാഗത്ത് തൊട്ട് തന്നെയാണ്. അവിടെ തൊട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് ദിസ് ACP ആണെന്നുണ്ടെങ്കിലും, അതായത് പഴയകാല ആ ഒരു ACP ആണെന്നുണ്ടെങ്കിലും, നമ്മുടെ ലൂസിഫറിൽ വരുന്ന ഒരു വില്ലനാണെങ്കിലും മറ്റെല്ലാ വില്ലന്മാരുടെയും ഒരു അഴിഞ്ഞാട്ടം എന്നൊക്കെ അതിനകത്ത് കാണാനായിട്ട് പറ്റും. അവരുടെ പെർഫോമൻസ് കൊണ്ടാണെങ്കിലും ആ ഒരു ബ്രൂട്ടാലിറ്റി, ആ ഒരു പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ വരെ കാണിക്കുന്ന ഒരു LP സ്കൂളാണ്, അവിടെ വരെ കൊണ്ടുപോയിക്കൊണ്ട് കാണിക്കുന്ന ആ ഒരു ബ്രൂട്ടാലിറ്റി ആണെങ്കിലും, വീടിനകത്ത് കയറിക്കൊണ്ട് ആക്രമിക്കുന്നതാണെങ്കിലും, റേപ്പ് സീനുകളാണെങ്കിലും, അത്രയും ബ്രൂട്ടാലിറ്റി ആ ഒരു കാലഘട്ടത്തിൽ അന്ന് സംഭവിച്ചിരിക്കുന്ന കാര്യത്തിന്, അതായത് 1986 ഒക്ടോബർ 3 ദിവസങ്ങളായിട്ട് നടന്നിരിക്കുന്ന ആ സംഭവത്തിൽ എടുത്ത് കാണിക്കുന്ന രംഗം തന്നെയാണ് ഫസ്റ്റ് ഹാഫ് തൊട്ട് പിന്നീട് സെക്കൻഡ് ഹാഫിന്റെ ഒരു മുക്കാൽ ഭാഗം വരെ എടുത്ത് കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് പുതിയൊരു ടൈപ്പ് ഓഫ് ആക്ടിങ് അല്ലെങ്കിൽ പുതിയ ടൈപ്പ് ഓഫ് മേക്കിംഗ് സ്റ്റൈൽ, BGM ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചു പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ എന്ന് പറയുന്നത് ആവറേജോ അല്ലെങ്കിൽ അതിൽ താഴെ ആയിരിക്കും എന്നുള്ള കാര്യം പറയാൻ പറ്റും. പക്ഷേ ഇതിന് വെറും ഒരു സിനിമയെ കണ്ടുകൊണ്ട് ഒരു 10 വർഷം മുമ്പ് ഇറങ്ങിയിരിക്കുന്ന ഒരു സിനിമയുടെ ക്വാളിറ്റി പ്രതീക്ഷിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു നല്ലൊരു സിനിമയെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും. കാരണം ഇതിനകത്തുള്ള കണ്ടന്റ് എന്ന് പറയുന്ന സാധനം ഈ സിനിമയുടെ കണ്ടന്റ് അല്ല, പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചേക്കുന്ന കഥയുടെ ആസ്പദമാക്കിയിട്ടേക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് ആ സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ സിനിമ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മോശമാണെന്നുള്ളൊരു കാര്യം പറയാൻ പറ്റില്ല. ദിലീപിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് വാസ് ലിറ്റ്. കാരണം ഞാൻ ലിറ്ററലി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. ഞാൻ രണ്ടിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരാളാണ്. കാരണം എനിക്കങ്ങനെ നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നല്ലതെന്ന് പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ പറയാണ്, ഈ സിനിമയിലുള്ള ദിലീപിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. ഇതെന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇതിനകത്തുള്ള ഇദ്ദേഹത്തിൻ്റെ വിഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ആണെങ്കിലും എല്ലാം വളരെയധികം ക്രിഞ്ചാണ്. കാരണം കുറച്ച് പഴയ കാലഘട്ടത്തിൻ്റെ സംഭവം കാണിക്കാനായിട്ട് ഇവർ ശ്രമിച്ചേക്കുന്ന സമയത്ത് കുറച്ച് ക്രിഞ്ചൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അത് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല, കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു ഇമോഷണൽ പെർഫോമൻസ് മാസ് കാണിക്കുന്നുണ്ട്. അതൊക്കെ കുറച്ച് ഓവറാണെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പല ആൾക്കാർക്ക് ഉണ്ടാവാം. കാരണം കുറച്ച് തെലുങ്ക് സ്റ്റൈലിൽ തല്ലൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നിസ്സഹായ അവസ്ഥ എടുത്ത് കാണിക്കുന്ന ഒരു ഇമോഷണൽ സീനുണ്ട് ഈ സിനിമയ്ക്കകത്ത്. പ്രത്യേകിച്ച് പോലീസുകാരുമായിട്ടുള്ള ഒരു ഇൻട്രോഗേഷൻ സമയത്തുള്ള ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമോഷണൽ, അതായത് താൻ നിസ്സഹായന എന്ന് പറയുന്ന ഒരു അവസ്ഥ എടുത്ത് കാണിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത് അദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നീത പിള്ളെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് വരുന്ന കഥാപാത്രം അവർ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഐ മീൻ ഇവർ തമ്മിലുള്ള കെമിസ്ട്രി എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയത്. ആൻഡ് അസീസിൻ്റെ ക്യാരക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസീസിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഭീഷ്മയിൽ വരുന്ന ഒരു വില്ലൻ, അയ്യോ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നതും ഗംഭീരമായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് കാര്യമായുള്ള സ്ക്രീൻ സ്പേസ് മറ്റൊന്നും അവർക്ക് കിട്ടിയിരുന്നില്ല. സിനിമ എവിടെയാണ് പാളിപ്പോയതെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ ക്ലൈമാക്സ് തന്നെയാണ്. സിനിമയുടെ ക്ലൈമാക്സ് എത്തുന്ന സമയത്ത് ഒരു ഫിക്ഷണൽ ക്യാരക്ടർ ആയതുകൊണ്ടും ആ ക്യാരക്ടറിന്റെ റിവഞ്ച് മറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ അവിടെ സംഭവിച്ചേക്കുന്ന പോലെ ലൈക്ക് ഒരു ഇമോഷണൽ സംഭവം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് കാര്യമായിട്ട് വർക്കായില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു കഥയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് യഥാർത്ഥ കഥയാണോ ഇതിനകത്ത് സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥ കഥ എത്രയുണ്ടെന്നുണ്ടെങ്കിൽ ആ കഥയിൽ നിന്ന് ഷോർട്ടൻ ചെയ്തിട്ട് ഇത്രയാക്കി മാറ്റിക്കൊണ്ട് ഒരു 5-10 മിനിറ്റിന്റെ ഒരു കഥയായിട്ട് ചുരുക്കത്തിൽ പറയാൻ പറ്റും. അത്രയുള്ള ഒരു കഥയുടെ ഒപ്പം തന്നെ ഈ ഒരു കഥയിൽ സംഭവിച്ചേക്കുന്ന ഇതിനകത്തുള്ള വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് തങ്കമണി എന്ന് പറയുന്ന ഗ്രാമത്തിൽ വിക്ടിംസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പകരം ചോദിക്കാനായിട്ട് ഒരു ഹീറോനെ കൊണ്ട് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? അവർക്കൊക്കെ വേണ്ടിയിട്ട് റിവഞ്ച് തീർക്കാനായിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് നീതി കിട്ടാത്ത സമയത്ത് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി റിവഞ്ച് ചെയ്യാനായിട്ട് ഒരു മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? അതാണ് യഥാർത്ഥത്തിൽ തങ്കമണിയിലുള്ള ഈ ഒരു ദിലീപന്റെ ക്യാരക്ടർ എന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റും. തങ്കമണി എന്ന് പറയുന്ന സിനിമ കാണുന്ന സമയത്ത് ഒരു സീരിയൽ പോലെ പല ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. കാരണം ഈ സിനിമയുടെ മേക്കിംഗ് കാണുന്ന സമയത്ത് 1986 നടക്കുന്ന ഒരു കഥ കാണിക്കുന്ന സമയത്ത് ഈ സിനിമയ്ക്കകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് കൊണ്ടാണെങ്കിലും കളർ ഗ്രേഡിംഗ് കൊണ്ടാണെങ്കിലും പ്രത്യേകിച്ച് ദിലീപിന് കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂം ആണെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു താടി, ഒരു ചപ്ര താടി കൊടുത്തിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിലോട്ട് വരുന്ന ദിലീപിന്റെ ആ താടി മറ്റും കാണുന്ന സമയത്ത് കുറച്ച് സീരിയൽ പോലെ പല ആൾക്കാർക്ക് തോന്നിയേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സിനിമ അത്രമാത്രം ഒരു മോശമായിട്ടുള്ള സിനിമയാണോ? 2024 ഞാൻ കണ്ടേക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള സിനിമയാണോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലുമല്ല. കാരണം ദിലീപിന്റെ അവസാനത്തെ ഒരു 3-4 സിനിമകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രാഫിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സിനിമ തന്നെയായിരിക്കും തങ്കമണി എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ദിലീപ് ആണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ വരുന്ന വില്ലന്മാരാണെങ്കിലും നല്ല ഗംഭീരമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ചില ആൾക്കാർക്ക് കാലഘട്ടത്തിന്റെ മാറ്റം കൊണ്ട് ഇന്നിപ്പോൾ സുഷിൻ ഷാവിനെ പോലുള്ള ആൾക്കാർ BGMs മറ്റൊക്കെ വന്നുകൊണ്ട് അല്ലെങ്കിൽ അനിരുദ്ധിനെ പോലത്തെ സിനിമകൾ നമ്മൾ കണ്ടേക്കുന്ന സമയത്ത് നല്ല ഗംഭീരമായിട്ടുള്ള ഇമ്പാക്ട് തരുന്ന BGMസും പ്രത്യേകിച്ച് നല്ല ക്വാളിറ്റി ഉള്ള വിഷ്വൽസ് തരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സിനിമ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് അത് ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നിയേക്കാം. കാരണം അത് കാലഘട്ടത്തിന്റെ മാറ്റം കൊണ്ട് തന്നെയാണ്. പഴയ കാല ഒരു സെയിം ടെംപ്ലേറ്റ് വീണ്ടും കൊണ്ടുവരുന്ന സമയത്ത് അത് നല്ല രീതിക്ക് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ പോലും ആ പെർഫോമൻസിൽ നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റും. പക്ഷേ ആ സിനിമേനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റോ ഇല്ല എന്നുള്ളൊരു കാര്യം അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം തന്നെയാണെന്നുള്ള കാര്യം വേണം പറയാനായിട്ട്. അങ്ങനെയാണ് ഈ സിനിമയെ കുറിച്ച് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം എന്ന് പറയുന്നത്. വളരെ മോശമായിട്ടുള്ള സിനിമ എന്ന് ഞാൻ പറയില്ല, എന്നാൽ വളരെ ഗംഭീരമായിട്ടുള്ള സിനിമകളെന്ന് ഞാൻ പറയില്ല. പോലീസ് ഇന്റർഗേഷൻ സീനാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ പകുതി ഭാഗം തൊട്ട് ഈ സിനിമയുടെ അവസാന ഭാഗത്തിന്റെ ഒരു പകുതി വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമയുടെ ഇത്രയും പോർഷന്റെ ഈ 2 പോർഷൻസുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഗ്രിപ്പിംഗ് ആയിട്ടും യഥാർത്ഥ സംഭവത്തിന് എടുത്തു കാണിക്കുന്ന തരത്തിൽ വളരെ ഗ്രിപ്പിംഗ് ആയിട്ട് ആ ഷോട്ടുകൾ മറ്റൊക്കെ അവർ എടുത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമ നമ്മൾ ഓവറോൾ ആയിട്ട് കാണുന്ന സമയത്ത് സിനിമയെ മൊത്തമായിട്ട് നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഇതിനകത്ത് കുറച്ച് ഫിക്ഷൻ ചേർത്തേക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് അത് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തേക്കാം. മറ്റൊരു ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രിഞ്ചായിട്ടും ഫീൽ ചെയ്തേക്കാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയ അഭിപ്രായം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. സിനിമ ആരൊക്കെ കണ്ടു എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ താഴെ വന്ന് കമന്റ് ചെയ്യുക. സിനിമ ആരെങ്കിലും കാണാൻ പോകുന്നുണ്ടെങ്കിൽ അവരും താഴെ വന്ന് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബിറ്റ് റൊണാൾഡ്സ് ബാസ് സൈനിങ് ഔട്ട്.